നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി കുണ്ടായി എസ്റ്റേറ്റിൽ പുലി പശുവിനെ ആക്രമിച്ചു. പുലി ഇറങ്ങിയത് ജനവാസ മേഖലയിൽ. കലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിലെയും മുപ്പുളിയം പള്ളിയിലെയും ഊട്ടുതിരുനാളുകൾ ആഘോഷിച്ചു. ആളൂർ എടത്താടൻ ജംഗ്ഷനിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഇനി കൂടുതൽ സ്മാർട്ടാകും. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സൂവായ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങി. ശോച്യാവസ്ഥയിലായ വരന്തരപ്പള്ളി പാപ്പാളിക്കുളം നവീകരിച്ചു. പാപ്പാളിക്കുളം നവീകരണം പൂർത്തിയാക്കിയതിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച. വിശദമായ വാർത്തകളിലേക്ക്. പാലപ്പിള്ളി കുണ്ടായി എസ്റ്റേറ്റിൽ വീണ്ടും പുലി പശുവിനെ ആക്രമിച്ചു. ജനവാസ മേഖലയിലാണ് പുലി ഇറങ്ങിയത്. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം. പഞ്ചായത്ത് അംഗം ഷീല ശിവരാമന്റെ പശുവിനെയാണ് പുലി ആക്രമിച്ചത്. പുലർച്ചെ ടാപ്പിങ്ങിന് പോവുകയായിരുന്ന തൊഴിലാളികളാണ് സംഭവം കാണുന്നത്. പശു ഇപ്പോഴും ജീവന് വേണ്ടി പിടയുകയാണ്. പശുവിന് ഏറ്റ മുറിവുകൾ ആഴത്തിലുള്ളതാണ്. രാത്രിയിൽ തോട്ടത്തിൽ നിന്നും ശബ്ദങ്ങൾ കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാസങ്ങൾക്ക് മുൻപും 2 തവണ ഷീല ശിവരാമന്റെ തന്നെ പശുക്കളെ ആക്രമിച്ചിരുന്നു. ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ നാട്ടുകാരും തോട്ടം തൊഴിലാളികളും ആശങ്കയിലാണ്. എത്രയും വേഗം പുലിയെ പിടികൂടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ പരിശുദ്ധ കൊന്തമാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ലിൻസ് വെട്ടുവായിൽ കാർമ്മികനായി. ഫാദർ ജിയോ ഫ്രാൻസിസ് എടക്കളത്തൂർ സന്ദേശം നൽകി. വൈകിട്ട് കൊന്തറാലികളും ഉണ്ടായി. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജോസഫ് പൂവത്തുകാരൻ, കൈക്കാരന്മാരായ വർഗീസ് രായപ്പൻ, ലിജോ തേക്കാനത്ത്, രഞ്ജിത്ത് നമ്പാടൻ, ജനറൽ കൺവീനർ ഈപ്പൻ കരിയാറ്റിൽ, ജോയിന്റ് കൺവീനർ പ്രീജോ തറയിൽ എന്നിവർ നേതൃത്വം നൽകി. മുപ്പുളിയം അസംഷൻ പള്ളിയിലെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ കിരൺ തട്ല കാർമ്മികനായി. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജോസഫ് സണ്ണി മണ്ഡകത്ത്, കൈക്കാരന്മാരായ ജോയ് കരിപ്പായി, തോമസ് കരുത്തി, ഡേവിസ് പഞ്ഞിക്കാരൻ, ബിജു തേക്കിലക്കാടൻ, തിരുനാൾ കൺവീനർ ജോസ് മണിയറയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. ശോച്യാവസ്ഥയിലായ വരന്തരപ്പള്ളി പാപ്പാളിക്കുളം നവീകരിച്ചു. സംസ്ഥാന ജലസേചന വകുപ്പ് 45 ലക്ഷം രൂപ മുടക്കിയാണ് പാപ്പാളിക്കുളത്തിന് പുതിയ മുഖച്ഛായ നൽകിയത്. വർഷങ്ങളായുള്ള മുപ്പുളിയം നിവാസികളുടെ ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമായത്. ആകെ കാട് പിടിച്ച് ചണ്ടി നിറഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ പ്രത്യേകം മന്ത്രിയുടെ ഇടപെടൽ മൂലം മന്ത്രിക്ക് നിവേദനം കൊടുക്കുകയും അതിന്റെ ഫലമായിട്ട് 45.9 ലക്ഷം ഇറിഗേഷൻ ഫണ്ട് നമുക്ക് അനുവദിച്ച് തരികയും ചെയ്തു. വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഇനി കൂടുതൽ സ്മാർട്ടാകും. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. 2 വർഷം മുൻപ് വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസിനായി നിർമ്മിച്ച കെട്ടിടം അനാഥമായി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ആളനക്കമില്ലാത്ത കെട്ടിടത്തിൽ തെരുവ് നായ്ക്കളും ഇഴജന്തുക്കളുമായിരുന്നു താമസം. 1500 സ്ക്വയർ ഫീറ്റിൽ 44 ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. നിർമ്മാണം 90% പൂർത്തിയായ സമയത്താണ് സമീപവാസിയായ സ്വകാര്യ വ്യക്തി തന്റെ പുരയിടത്തിലേക്ക് വഴി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. പുറകിലെ വാഴത്തോട്ടത്തിലേക്ക് പോകാൻ വഴിയില്ലെന്നായിരുന്നു ആക്ഷേപം. കോടതി സ്റ്റേ ചെയ്തതോടെ വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം നിലച്ചു.
കേസുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ കോടതിയിൽ കയറിയിറങ്ങേണ്ടി വന്നു. കളക്ടറുടെ കീഴിലുള്ള വിജിലൻസ് കമ്മിറ്റിയും പൊതുപ്രവർത്തകരും വില്ലേജ് ഓഫീസ് തുറക്കുന്നതിന് അപേക്ഷകളും പരാതികളുമായി വന്നു. MLA, കളക്ടർ, ADM എന്നിവരെല്ലാം ഇടപെടുകയും തടസ്സവാദങ്ങൾ പരിഹരിക്കുകയും ചെയ്താണ് ഘട്ടം ഘട്ടമായി കെട്ടിടം പണി പൂർത്തിയാക്കിയത്. അവസാന ഘട്ടത്തിൽ കെട്ടിടത്തിലെ റാമ്പിന്റെ നീളം മൂലം വാഴത്തോട്ടത്തിലേക്ക് പോകാനാകുന്നില്ല എന്നായിരുന്നു പരാതി. ഹർജി പരിഗണിച്ച കോടതി കേസ് അതിന്റെ വഴി നടക്കട്ടെയെന്നും റാമ്പിന്റെ നീളം കുറച്ച് പുറകിലേക്ക് വഴിയൊരുക്കി കെട്ടിടം തുറക്കാനും നിർദ്ദേശിച്ചു. കോടതി നിർദ്ദേശത്തെ തുടർന്ന് 1 മാസം കൊണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഇത് സംബന്ധിച്ച് NCTV നിരന്തരം വാർത്തകൾ നൽകിയിരുന്നു. ഈ മാസം 27-ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് എന്നിവർ പങ്കെടുക്കും. പുത്തൂരിലെ പ്രകൃതി രമണീയമായ വനഭൂമിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെയും ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സൂവുമായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങി. പുത്തൂരിലെ പ്രകൃതി രമണീയമായ വനഭൂമിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തേതും ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സൂവുമായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിന് ഒരുങ്ങി. ഒക്ടോബർ 28-ന് ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സാംസ്കാരിക നഗരിക്ക് അതൊരു പൊൻതൂവലാണ്. തൃശൂർക്കാരുടെ 4 പതിറ്റാണ്ടുകാലത്തെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമാകുന്നത്. ലോകപ്രശസ്ത മൃഗശാല ഡിസൈനറായ ജോൺ കോയുടെ രൂപകൽപ്പനയിൽ 338 ഏക്കറിൽ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് പാർക്ക് സജ്ജമായിരിക്കുന്നത്. പാർക്കിന്റെ അനുബന്ധമായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പെറ്റിംഗ് സൂ, പുത്തൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഹോളോഗ്രാം സൂ എന്നിവയുടെ നിർമ്മാണവും ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു. പാർക്കിനുള്ളിൽ ചുറ്റിക്കാണാൻ KSRTCയുടെ ചെറിയ ബസ്സുകളും നഗരത്തിൽ നിന്ന് പാർക്കിലേക്ക് ഡബിൾ ഡെക്കർ ബസ് സർവീസും ഉണ്ടാകും. തൃശൂർ മൃഗശാലയുടെ പ്രവർത്തനം അവസാനിപ്പിച്ച് ജീവികളെയെല്ലാം പാർക്കിലേക്ക് കൊണ്ടുവരികയാണ്. 28-നകം ആ നടപടികൾ പൂർത്തിയാകും. ഏതാനും മാനുകളെ മാത്രമാണ് തൃശൂരിലെ മൃഗശാലയിൽ തൽക്കാലം പാർപ്പിക്കുക. യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രത്യേകത ആവാസ വ്യവസ്ഥകളും ആവാസ ഇടങ്ങളുമാണ്. നേരത്തെ നമ്മൾ ഈ തൃശ്ശൂരിലെ മൃഗശാലയിൽ നിന്ന് കുരങ്ങിനെയൊക്കെ ഇങ്ങോട്ട് മാറ്റുന്ന ദൃശ്യം കരളലിയിപ്പിക്കുന്നതായിരുന്നു. ശരീരം മുഴുവൻ മാന്തി കീറി ചോരപ്പാടുകളുള്ള നിറങ്ങളുള്ള മൃഗങ്ങൾ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സുവോളജിക്കൽ പാർക്കിലേക്ക് മൃഗശാല മാറുന്നത് എന്തുകൊണ്ടെന്ന് ചിന്തിച്ചത് തന്നെയാണ്. കാരണം പരിമിതമായിട്ടുള്ള കൂടുകൾക്കകത്ത് എണ്ണം കൂടുന്തോറും പരസ്പരം ആക്രമിക്കുകയും പരസ്പരം വിണ്ടി കീറുകയും ഒക്കെ ചെയ്യുന്ന വിധത്തിലുള്ള മൃഗങ്ങളുടെ വളരെ ചെറിയൊരു സ്പേസിൽ നിന്ന് 10.5 ഏക്കറിലെ ഭൂമിയിലെ ചെറിയ കൂടുകളിൽ നിന്ന് ഏതാണ്ട് 350 ഏക്കറയോളം വലിപ്പമുള്ള കാടിൻ്റെ അതേ ആവാസ വ്യവസ്ഥയുള്ള ഒരു ഇടത്തിലേക്ക് അവർ പറിച്ചു മാറ്റപ്പെടുകയാണ്. ഏറ്റവും മനോഹരമായ ഒരു അവസരം അവർക്ക് ഒരുങ്ങി കിട്ടുകയാണ്. അതുകൊണ്ട് ഈ സുവോളജിക്കൽ പാർക്ക് 24 നമ്മൾ കൂടുകളെന്ന് വിളിക്കുന്ന ആവാസ ഇടങ്ങളിലെ മൃഗങ്ങളെ കാണാനുള്ള ഒന്ന് മാത്രമല്ല, 6 ആവാസ വ്യവസ്ഥകളുള്ള ഈ സുവോളജിക്കൽ പാർക്കിൽ പ്രകൃതിയുടെ സമൂഹമായിട്ടുള്ള ജീവിതത്തിനകത്ത്, പ്രകൃതിയുടെ ഹരിതാപയ്ക്കകത്ത് എങ്ങനെ മൃഗങ്ങൾ ജീവിക്കുന്നു എന്ന് മനുഷ്യന് കാണാൻ പറ്റുന്ന യഥാർത്ഥത്തിൽ ഒരു പ്രകൃതിയുടെ പാഠശാലയാണ് ഈ സുവോളജിക്കൽ പാർക്ക്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഗ്രേറ്റ് ഏവിയറി എന്ന് ജോൺ കോ ഡിസൈൻ ചെയ്തിട്ടുള്ള ചുറ്റും കിളികൾക്കും പക്ഷികൾക്കും ഒക്കെ വന്നിരിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ളൊരു കൂടാണ്. വെള്ളത്തിലുള്ള കിളികളാണ് ഇവിടെയുള്ളത്. എന്നാൽ ഓരോ മൈലുണ്ട്, ഓരോ സ്ഥലങ്ങളിലും അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിൻ്റെ ശാസ്ത്രീയ പ്രത്യേകതകൾ കൂടിയെടുത്തുകൊണ്ട് അവരുടെ ആവാസ ഇടങ്ങൾ എങ്ങനെയാകണം എന്ന് ഡിസൈൻ ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഏതാണ്ട് കിളികൾക്ക് മാത്രമായി 1-2 ഏക്കർ വിശാലമായിട്ടുള്ള ഒരു ആവാസ ഇടം. ഇതാണ് ഇതിൻ്റെ സങ്കല്പം. ഇവിടെ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, വിവിധ തരത്തിലുള്ള ജീവികളുണ്ട്. യഥാർത്ഥത്തിൽ ഇത് തുടങ്ങുമ്പോൾ ഇതിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം തൃശ്ശൂർ മൃഗശാലയിലെ മൃഗങ്ങളെ പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് മാറ്റുക എന്നുള്ളതാണ്. സുവോളജിക്കൽ പാർക്ക് പദ്ധതിയിൽ നേരത്തെ ഉൾപ്പെടാത്ത മാൻ സഫാരി പാർക്ക് കൂടി പുത്തൂരിൽ നിർമ്മിക്കുകയാണ്.
അത് പൂർത്തിയായാൽ തൃശൂരിൽ അവശേഷിക്കുന്ന മുഴുവൻ മാനുകളെയും പുത്തൂരിലേക്ക് കൊണ്ടുവരും. വിവിധ രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലഭ്യമായ പുതിയ ജീവികളെ എത്തിക്കുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. കിഫ്ബി അനുവദിച്ച 331 കോടി രൂപയും പ്ലാൻ ഫണ്ടിലെ 40 കോടി രൂപയും ചേർത്ത് 371 കോടി രൂപ ഉപയോഗിച്ചാണ് അതിവേഗം സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പുത്തൂരിലെ വനഭൂമിയിൽ വിശാലമായ പാർക്ക് നിർമ്മിക്കാനുള്ള പാരിസ്ഥിതിക അനുമതി 2018 ലഭ്യമാക്കിയതും നിർണായകമായി. തൃശൂരിന്റെ, പ്രത്യേകിച്ച് പുത്തൂർ ഗ്രാമത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നാടിന്റെ ആഘോഷമാക്കാൻ നാടാകെ ഒരുങ്ങിക്കഴിഞ്ഞു. 28-ന് ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഒരു നാടിന്റെ വികസന മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം സാംസ്കാരിക നഗരിയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. ആളൂർ എടത്താടൻ ജംഗ്ഷനിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. വിആർപുരം ഉറുമ്പൻകുന്ന് സ്വദേശി മറ്റത്തിൽ സുരേഷ് ബാബുവിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:10 അപകടം. ആളൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മനസ്സാണ് ശക്തി, ജീവിതമാണ് ലഹരി എന്ന ആശയമുയർത്തി മധുരം ജീവിതം ജീവധാര പദ്ധതികളുടെ ഭാഗമായി മുരിയാട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ടൂറിസം ഡെസ്റ്റിനേഷനായ പുലൂർ പൊതുമ്പുചിറയോരത്ത് ലഹരി പ്രതിരോധ മനുഷ്യമതിൽ തീർത്തു. 1.5 കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യമതിൽ തീർത്തുകൊണ്ടാണ് പരിപാടിയിൽ ജനങ്ങൾ അണിചേർന്നത്. മന്ത്രി ആർ ബിന്ദു മനുഷ്യചങ്ങല ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ്ലപ്പിള്ളി അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോളി ആൻഡ്രൂസ്, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് TS സിനോജ്, പുല്ലൂർ സെന്റ് സേവിയേഴ്സ് ITC പ്രിൻസിപ്പൽ ഫാദർ യേശുദാസ് കൊടകരക്കാരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, പഞ്ചായത്ത് അംഗം തോമസ് തൊകലകത്ത്, ഫോർത്ത് വേവ് ഫൗണ്ടേഷൻ ഡയറക്ടർ ഡയാന, കോർഡിനേറ്റർ മഞ്ജു, സെന്റ് സേവിയേഴ്സ് സ്കൂൾ മാനേജർ ഫാദർ ജോയ് വട്ടോളി, ക്രൈസ്റ്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഫാദർ ജോസ് ചുങ്കൻ, ചമയം നാടകവേദി ചെയർമാൻ രാജൻ AN, കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത രവി, സെക്രട്ടറി M ശാലിനി, ജനപ്രതിനിധികൾ, NSS വോളണ്ടിയേഴ്സ് തുടങ്ങിയവർ ചങ്ങലയിൽ കണ്ണിചേർന്നു. തുടർന്ന് സംഗമ സാഹിതിയുടെ നേതൃത്വത്തിൽ 25ഓളം അതിർത്തി കടന്ന് എത്തുന്ന രാസലഹരി ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് ഇന്ന് നമ്മുടെ യുവതലമുറയുടെ മുന്നിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. സർഗാത്മകമായ എല്ലാ കഴിവുകളെയും ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ശേഷിയെയും എല്ലാം നിർജീവമാക്കി ഒരുതരം യാന്ത്രിക ജീവിതത്തിലേക്ക് നമ്മുടെ പൗരജനങ്ങളെ തള്ളിവിടുന്ന ലഹരിയുടെ ഉപഭോഗം ആധുനികോത്തര സമൂഹത്തിൽ ലോകമെമ്പാടും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബിന്ദുവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരി പ്രതിരോധ പ്രവർത്തനം മധുരം ജീവിതം പദ്ധതിയും നെന്മണിക്കര പഞ്ചായത്തിലെ നെന്മണിക്കര വാർഡിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ ആയുർവേദ ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനാ ക്യാമ്പും നടത്തി. തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിന്റെ സഹകരണത്തോടെ നടത്തിയ സൗജന്യ മെഗാ ആയുർവേദ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, അസ്ഥിമർമ്മ രോഗ വിഭാഗം, നേത്രരോഗം, ENT, സ്ത്രീരോഗം, ശിശുരോഗ വിഭാഗം, ത്വക്ക് രോഗങ്ങൾ എന്നീ വിഭാഗങ്ങളിൽ ചികിത്സയുണ്ടായിരുന്നു. തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും തൈറോ കെയറും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനയും നടത്തി. ക്യാമ്പിന് ഡോക്ടർ അലക്സ് സെബാസ്റ്റ്യൻ ചിറയത്ത്, ഡോക്ടർ ആദർശ് വർമ്മ, ഡോക്ടർ T രേഷ്മ എന്നിവർ നേതൃത്വം നൽകി. ആയുർവേദത്തിലെ എല്ലാ സ്പെഷ്യാലിറ്റിയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് NSSന്റെ ഭാഗമായുള്ള ഒരു സ്പെഷ്യൽ ആക്ടിവിറ്റിക്ക് പകരമായി റെഗുലർ ആക്ടിവിറ്റിയിൽ നടത്തുന്ന ഒരു ക്യാമ്പാണിത്. എല്ലാ മാസവും ഇതേപോലുള്ള ക്യാമ്പുകൾ നടത്താറുണ്ട്. പാഴായി ഗ്രാമീണ വായനശാല കമ്പ്യൂട്ടർവൽക്കരിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. വായനശാല പ്രസിഡന്റ് PS നന്ദകുമാർ വികസന രേഖ കൈമാറി. പഞ്ചായത്ത് അംഗങ്ങളായ KA അനിൽകുമാർ, ഭദ്രാമനു,
ഷിൻഡ സനോജ്, PSC ബാങ്ക് പ്രസിഡന്റ് AG ഷൈജു, BM പ്രഹ്ലാദൻ, രമണി എന്നിവർ പ്രസംഗിച്ചു. 4 മാസം മുൻപാണ് ഇവിടെ വായനശാലയുടെ നേതൃത്വത്തിൽ ക്ലീനിങ് നമ്മുടെ റോഡുകളൊക്കെ അവിടെയുള്ള കാലഘട്ടങ്ങളൊക്കെ വെട്ടിയെടുക്കി ക്ലീൻ ചെയ്യുന്ന ഒരു പ്രത്യേക ക്യാമ്പയിൻ വായനശാല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗങ്ങളെല്ലാം ജനപ്രതിനിധികളെല്ലാം പങ്കെടുത്തുകൊണ്ട് ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. 1 പാതായി ഗ്രാമീണ വായനശാല, 2 സത്യസ്മാരക വായനശാല, 3 തലൂർ ഗ്രാമീണ വായനശാല. സ്വാഭാവികമായും പബ്ബുകൾ, വായനശാലകൾ, സാംസ്കാരിക സംവിധാനങ്ങളൊക്കെ തന്നെ റോഡുകളുടെ മലീമസമായി കിടന്നിരുന്ന ഗ്രാമീണ റോഡുകൾ ആമ്പലൂർ എഴുത്തകം കൂട്ടായ്മയുടെ NBയുടെയും രംഗനാഥാനന്ദയുടെയും നാട്ടിൽ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തി. ഡോക്ടർ KN ഗണേഷ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. PU മൈത്രി പുസ്തകം ഏറ്റുവാങ്ങി. C രവീന്ദ്രനാഥ് മുഖ്യാതിഥിയായി. CS മനോജ്, B സജീവ്, P തങ്കം, ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വിദ്യാധരൻ, AK ശിവദാസൻ, എഴുത്തകം പ്രസിഡന്റ് ED ഡേവിസ്, സെക്രട്ടറി സുധാകരൻ നെല്ലായി, EK സത്യൻ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് മണ്ഡലത്തിലെ 24 പ്രതിഭകളുടെ ജീവിതവും സംഭാവനകളും ഉൾപ്പെടുത്തിയതാണ് പുസ്തകം. NBയുടെയും രംഗനാഥ നന്ദയുടെയും നാട്ടിൽ എന്ന പുസ്തകത്തിൽ NV കൃഷ്ണവാര്യർ, രംഗനാഥ നന്ദ സ്വാമികൾ, PS നമ്പൂതിരി മുതൽ ജീവിച്ചിരിക്കുന്ന ലീല സർക്കാർ, CP ഗംഗാധരൻ, പ്രൊഫസർ C രവീന്ദ്രനാഥ്, PC ഉണ്ണിച്ചക്കൻ തുടങ്ങിയവരുടെ ജീവിതം വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ED ഡേവിസ്, സുധാകരൻ നെല്ലായി എന്നിവർ എഡിറ്റ് ചെയ്ത പുസ്തകം പുതുക്കാടിന്റെ സാംസ്കാരിക ചരിത്രത്തിലേക്കുള്ള പ്രവേശികയാണെന്ന് എഴുത്തകം കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. നേരത്തെ അതിവർഷം എന്ന പേരിൽ പ്രാദേശികരായ എഴുത്തുകാരുടെ കവിതാ സമാഹാരവും വേനൽ പറഞ്ഞ കഥകൾ എന്ന പുസ്തകവും എഴുത്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പറ്റുമെന്നറിഞ്ഞുകൂടാ. ഞാൻ പുസ്തകത്തെപ്പറ്റി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച 1-2 കാര്യങ്ങളെ കുറിച്ചുകൊണ്ട് മാത്രം, അത് പ്രത്യേകിച്ച് രവീന്ദ്രൻ മാഷോട് സൂചിപ്പിച്ച 1-2 കാര്യങ്ങളെ കുറിച്ചുകൊണ്ട് മാത്രം ഇവിടെ പറയാൻ ശ്രമിക്കുകയാണ്. അതിലൊന്ന്, ധാരാളമായി നമുക്കിപ്പോൾ പ്രാദേശിക ചരിത്രങ്ങൾ എഴുതപ്പെടുന്നുണ്ട്. ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും പ്രാദേശിക ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ജില്ലകളുടെയും ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും. അപ്പോൾ അതുകൂടാതെ അതത് പ്രദേശങ്ങളുടെ പെരുമ അല്ലെങ്കിൽ അതത് പ്രദേശങ്ങളുടെ മുൻ അറിവുകൾ തുടങ്ങിയിട്ടുള്ള പേരുകളിലൊക്കെ പുസ്തകങ്ങളുടെ സമാഹാരങ്ങൾ, ലേഖനങ്ങളുടെ സമാഹാരങ്ങളൊക്കെ വളരെ അപൂർവമായി മാത്രം ഇത്തരത്തിലൊരു പുസ്തകം കണ്ടിട്ടുള്ളൂ. ഇല്ല എന്നല്ല, എങ്കിലും അപൂർവമാണ്. ഒരു ആവാസ വ്യവസ്ഥയുടെ ബൗദ്ധിക സ്പന്ദനങ്ങൾ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഒരു റഫറൻസ് ഗ്രന്ഥം, ജെയ്സൺ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റഫറൻസ് ഗ്രന്ഥം എന്ന രീതിയിൽ NBയുടെയും രംഗനാഥാനന്ദയുടെയും നാട്ടിൽ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. നിരവധി ലേഖനങ്ങൾ അതിനകത്തുണ്ട്. അത് കേവലം ആ വ്യക്തിയെക്കുറിച്ചുള്ള വിവരണം മാത്രമല്ല, പുതുക്കാട് എന്ന് പറയുന്ന ഈ ആവാസ വ്യവസ്ഥയുടെയും കേരളത്തിൻ്റെയും മൊത്തം നമ്മുടെ ലോകത്തിൻ്റെയും സ്പന്ദനങ്ങൾ എങ്ങനെ ആ പ്രതിഭയുടെ ചിന്താമണ്ഡലത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഓരോ ലേഖനവും ഒന്നിന് ഒന്ന് മെച്ചപ്പെട്ടതാണ്. ചെങ്ങന്നൂർ വളഞ്ഞുപ്പാടത്തെ ക്രഷർ യൂണിറ്റിനെതിരെ പരാതിയിൽ വാദിയെ പ്രതിയാക്കി കേസെടുത്തത് ഹൈക്കോടതി റദ്ദാക്കി. മാട്ടുമല സംരക്ഷണ സമിതി പ്രസിഡന്റ് PM ഷിനോഷിന്റെ പേരിൽ പുതുക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് റദ്ദാക്കിയത്. പോലീസ് നടപടിക്കെതിരെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി, കളക്ടർ എന്നിവർക്ക് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകാതിരുന്നതിനെ തുടർന്നാണ് ഷിനോഷ് ഹൈക്കോടതിയെ സമീപിച്ചത്. 2021 കേസിനാസ്പദമായ സംഭവം. ക്രഷർ വിപുലീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഗ്രാമസഭയിൽ ഫോട്ടോ എടുത്തുവെന്നും പഞ്ചായത്ത് ഭരണസമിതി യോഗം തടസ്സപ്പെടുത്തി എന്നുമുള്ള പരാതികൾ ചൂണ്ടിക്കാട്ടി ഷിനോഷിന്റെ പേരിൽ പോലീസ് CRPC 107 വകുപ്പ് പ്രകാരം സമാധാന ലംഘനത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു.
കാപ്പ ചുമത്തുന്നതിന് മുന്നോടിയായുള്ള നടപടി നേരിടുന്നയാൾ മുൻകൂർ ജാമ്യമെടുക്കേണ്ട കുറ്റമാണ്. കേസ് ക്രഷർ ഉടമയും പോലീസും ആസൂത്രിതമായി കെട്ടിച്ചമച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ആക്ഷേപം പരിഗണിച്ച ഇരിഞ്ഞാലക്കുട സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതി അന്നത്തെ സ്റ്റേഷൻ ഓഫീസർ UH സുന്ദർദാസിനെ വിസ്തരിക്കുകയും 2023 ജൂലൈയിൽ കേസ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. 4 മാസങ്ങൾക്കു ശേഷം ക്രഷറിൻ്റെ ഫോട്ടോ എടുത്ത ഷിനോഷിനെ 4 പേർ ചേർന്ന് ആക്രമിച്ചു. പരിക്കേറ്റ് ആശുപത്രിയിലായിരുന്ന ഷിനോഷിനെ പ്രതിയാക്കി പുതുക്കാട് പോലീസ് വീണ്ടും സമാധാന ലംഘനത്തിന് റിപ്പോർട്ട് നൽകി. തുടർന്നാണ് ഷിനോഷ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയെയും കളക്ടറെയും അവസാനം ഹൈക്കോടതിയെയും സമീപിച്ചത്. കോടാലി മുരിക്കിങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ മനയ്ക്കൽ പ്രസാദ് നമ്പൂതിരിക്ക് സ്വീകരണം നൽകി. ക്ഷേത്രം തന്ത്രി കുഴിയേലി നഗർണ മനക്കൽ ശ്രീകണ്ഠൻ നമ്പൂതിരി പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. ക്ഷേത്രസമിതി പ്രസിഡന്റ് സുമേഷ് മണ്ണാമ്പറമ്പിൽ, സെക്രട്ടറി രഞ്ജിത്ത് കുമുള്ളി, ഗജാഞ്ചി കൃഷ്ണപ്രസാദ് അല്ലിയാങ്കൽ, പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ എന്നിവരും വിവിധ സെറ്റുകളുടെ ഭാരവാഹികളും ചേർന്ന് നിയുക്ത ശബരിമല മേൽശാന്തിയെ പൊന്നാട അണിയിച്ചും ഉപഹാരം സമ്മാനിച്ചും ആദരിച്ചു. മോട്ടിവേഷനാണ് ഞാൻ ഇതിന് പ്രയത്നിക്കാൻ കാരണം. ഹൈദരാബാദിൽ ഒരു പൂജയ്ക്ക് പോയി വരന്തരപ്പള്ളി പൗണ്ട് സെന്ററിൽ പൊതു ശൗചാലയം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സംരക്ഷണ സമിതി വരന്തരപ്പള്ളി മേഖലാ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പൗണ്ട് സെന്ററിൽ നടന്ന ധർണ മേഖലാ പ്രസിഡന്റ് ശിവദാസൻ തുയ്യത്ത് ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി ഷിഹാബ് കറുമണ്ണിൽ അധ്യക്ഷനായിരുന്നു. മേഖലാ ജോയിന്റ് സെക്രട്ടറി ഷിഹാബ് പെരുവാങ്കുഴിയിൽ, മേഖലാ വൈസ് പ്രസിഡന്റ് ആർട്ടിസ്റ്റ് ഡേവിസ്, ജോയിന്റ് സെക്രട്ടറി KY മുഹമ്മദ്, പാലപ്പിള്ളി യൂണിറ്റ് പ്രസിഡന്റ് PA സക്കീർ, സെക്രട്ടറി AA സുധീഷ്, ട്രഷറർ ഷെഫീഖ് പാറയിൽ, വൈസ് പ്രസിഡന്റ് K മുഹമ്മദ്, മേഖലാ ട്രഷറർ ദേവദാസ് എന്നിവർ പ്രസംഗിച്ചു. കലവറക്കുന്ന ആശുപത്രിയിൽ നിന്ന് വരുന്ന രോഗികൾ, യാത്രക്കാർ, ഓട്ടോ തൊഴിലാളികൾ, കച്ചവടക്കാർ, ബസ് ജീവനക്കാർ തുടങ്ങി 100 കണക്കിന് ആളുകൾക്ക് ഉപയോഗിക്കുന്നതിനായി ശൗചാലയം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും യാതൊരുവിധ നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് സമിതി ഭാരവാഹികളുടെ ആരോപണം. അളഗപ്പ നഗർ കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടത്തിന്റെയും ലാബിന്റെയും ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ 10-ന് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കുടുംബശ്രീ ജില്ലാ മിഷനു കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൽ കരാർ അടിസ്ഥാനത്തിൽ കെയർ ടേക്കർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷത്തേക്കാണ് നിയമനം. അപേക്ഷകർ കുടുംബശ്രീ അംഗങ്ങളോ കുടുംബാംഗങ്ങളോ ആയിരിക്കണം. എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം. പാചകം, ക്ലീനിംഗ് ഇവ ചെയ്തുള്ള മുൻ പരിചയം ആവശ്യമാണ്. ഉയർന്ന പ്രായപരിധി 50 വയസ്സായിരിക്കും. ഒക്ടോബർ 27 വൈകിട്ട് 4 മണിക്ക് മുൻപായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ, സിവിൽ സ്റ്റേഷൻ 2ാം നില, അയ്യന്തോൾ, തൃശൂർ 680003 എന്ന വിലാസത്തിൽ തപാൽ വഴിയോ നേരിട്ടോ ലഭ്യമാകേണ്ടതാണ് അപേക്ഷകൾ. കൂടുതൽ വിവരങ്ങൾക്ക് 048723625117 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,515 രൂപ, പവന് 92,120 രൂപ. വെണ്ടൂർ കൊമ്പാറ കരേപ്പറമ്പൻ ആൻഡു ഭാര്യ സാറ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സ്റ്റീഫൻ, പ്രിൻസി എന്നിവർ മക്കളും ഷോജി, തോമസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പിള്ളി കുണ്ടായി എസ്റ്റേറ്റിൽ പുലി പശുവിനെ ആക്രമിച്ചു.
പുലി ഇറങ്ങിയത് ജനവാസ മേഖലയിൽ. കലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിലെയും മുക്കുളിയം പള്ളിയിലെയും ഊട്ടുതിരുനാളുകൾ ആഘോഷിച്ചു. ആളൂർ എടത്താടൻ ജംഗ്ഷനിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഇനി കൂടുതൽ സ്മാർട്ടാകും. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സൂവായ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങി. ശോച്യാവസ്ഥയിലായ വരന്തരപ്പള്ളി പാപ്പാളിക്കുളം നവീകരിച്ചു. പാപ്പാളിക്കുളം നവീകരണം പൂർത്തിയാക്കിയതിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.